വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 26 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നു. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമേനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥമാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരോട് കൂടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2ാം പ്രാവശ്യം അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ അവരെ വിട്ട് 3ാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. ഗെത്സമീൻ തോട്ടത്തിൽ വച്ച് യേശു എടുത്ത നിർണായകമായ തീരുമാനം. ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാരുമൊത്ത് യേശു നേരെ പോയത് ഗെത്സമീൻ തോട്ടത്തിലേക്കാണ്. തോട്ടത്തിൽ പ്രവേശിച്ചതിനു ശേഷം യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, താൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ഒരിടത്ത് അവരായിരിക്കാൻ. അവരിൽ നിന്ന് 3 പേരെ യേശു തന്റെ കൂടെ വരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ആ 3 പേർ ശിമയോൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരായിരുന്നു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ 3 സംഘത്തോടു കൂടി യേശു അല്പം കൂടി മുന്നോട്ട് പോയി ഈ 3 ഒരു സ്ഥലത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന നിർദ്ദേശത്തോടുകൂടെ യേശു അല്പം കൂടിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് തന്റെ പിതാവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. യേശു അപാരമായ ദുഃഖത്താൽ പരവശനായി തീർന്നിരിക്കുന്നു എന്നാണ് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ര കണ്ട് ദുഃഖകരമായ സംഘർഷപൂരിതമായ ഒരു സ്ഥിതിവിശേഷമാണ് യേശുവിൽ അവർ ദർശിക്കാനിടവന്നത്. എന്നല്ല, ചില സുവിശേഷത്തിൽ നാം കാണുന്നു, രക്തം തന്നെ വിയർപ്പായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഒറ്റുവീഴത്തക്ക വിധത്തിലുള്ള പ്രതിഭാസമാണ് ശിഷ്യന്മാർ കാണാനിട വരുന്നത്. ഇത് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെമറ്റോഡ്രോപ്സിസ് എന്ന് പറയുന്ന ഒരു അപൂർവ ശാരീരിക പ്രതിഭാസമാണ്. മനുഷ്യന്റെ സംഘർഷാവസ്ഥയുടെ പാരമ്യത്തിൽ അപൂർവമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് അതിനെ കാണുന്നത്. അത്രയും അപാരമായിട്ടുള്ള ദുഃഖം യേശുവിൽ രൂപപ്പെടുന്നു. യേശുവിന്റെ മനസ്സിൽ മനുഷ്യന്റെ നന്ദിഹീനത, വഞ്ചനാത്മകമായിട്ടുള്ള പെരുമാറ്റ രീതി, തീർത്തും താൻ തിരസ്കൃതനായി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം, ഇതൊക്കെ ആയിരിക്കാം യേശുവിൽ ഈ സംഘർഷം കൂട്ടുന്നതിന് കാരണമായി തീർന്നത്. യേശുവിലുള്ള ചപലമായ മനുഷ്യത്വം യേശുവിനെ അതിജീവിക്കുന്ന രീതിയിൽ തോന്നത്തക്ക വിധത്തിൽ യേശു അസ്വസ്ഥനാകുന്നു. ആ അസ്വസ്ഥതയ്ക്ക് അല്പെങ്കിലും ഒരു പരിഹാരം അന്വേഷിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു യേശു. തിരിച്ചു വരുമ്പോ ശിഷ്യന്മാർ യേശുവിന്റെ മാനസികാവസ്ഥ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഉറഞ്ഞു വിശ്രമിക്കുന്ന ശിഷ്യന്മാരെയാണ് യേശു കാണുന്നത്.
ഈ ഒരു കാഴ്ചയും യേശുവിൽ സംഘർഷവും ദുഃഖഭാരവും വർദ്ധിപ്പിക്കുന്നതിനിടയാക്കി കാണും. യേശു വീണ്ടും താൻ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് വിമുക്തി തരണം. എനിക്ക് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം കുടിക്കാതെ എന്നെ രക്ഷിക്കണം എന്ന രീതിയിലാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. യേശുവിലുള്ള മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള വിജയമായിട്ട് പ്രത്യക്ഷപ്പെടാം ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് യേശുവിൽ ഒരു വലിയ ഉൾക്കാഴ്ച യേശുവിന് ലഭിച്ച മാതിരി യേശു തുടർന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല പിതാവേ, നിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. നിന്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി വന്നവനാണ് ഈ പുത്രൻ. ഈ പുത്രൻ നിന്റെ ഇഷ്ടം എന്താണോ അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അത് മാത്രം മതി ഈ പുത്രന്. അതിന്റെ ഫലമായിട്ട് ഈ പുത്രന് എന്തുമാത്രം ക്ലേശങ്ങൾ ഉണ്ടായാലും, എത്രയേറെ കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും, ഇതാ ഈ പുത്രൻ നിന്റെ ഇഷ്ടം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു പുത്രനെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് യേശുവിലുള്ള ദൈവികത അത്യന്തികമായിട്ട് വിജയം പ്രാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൈവിക പ്രചോദനത്തിൽ യേശു തന്റെ ജീവിതത്തിൽ നിർണായകമായ വിധത്തിൽ സ്വാധീനിക്കാൻ ഇടവരുന്ന ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരിക്കലും ഞാൻ ചഞ്ചലചിത്തനാകുകയില്ല, നിന്റെ ഇഷ്ടം ഏതോ അത് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന തീരുമാനം എടുത്തുകൊണ്ട് യേശു ശിഷ്യന്മാരുടെ പക്കലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അവർ ഉറങ്ങുന്നതാണ് അപ്പോഴും യേശു കാണാനിടവരുന്നത്. അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ യേശു തയ്യാറാകുന്നില്ല. യേശു അവരോടായിട്ട് പറയുന്നു, 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന ഒരു അപേക്ഷാസ്വരം യേശുവിന്റെ നിന്നും മുഴങ്ങുന്നു എന്ന് ഒരിക്കലും. തുടർന്ന് യേശു പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് സന്നദ്ധമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശരീരം ബലഹീനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ അവസരത്തിൽ പോലും സ്വാധീനപ്പെടുത്താനാണ് യേശു ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന യേശു ഉറച്ച തീരുമാനം ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചെടുത്തുകൊണ്ട് ശിഷ്യന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരോടായിട്ട് പറയുന്നു, മക്കളെ ഉണരുവിൻ, നമുക്കിവിടെ നിന്ന് പോകാം. എന്നെ ബന്ധിക്കാനിരിക്കുന്ന ജനങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ധീരമായിട്ട് എടുത്ത തീരുമാനത്തിന്റെ വിരോചിതമായിട്ടുള്ളൊരു പ്രകടനം എന്ന രീതിയിൽ യേശു എല്ലാവരെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് തന്നെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഗെത്സമേൻ തോട്ടത്തിലേക്ക് മുൻകൂട്ടി ഉള്ള ആസൂത്രണത്തിന്റെ ഫലമായിട്ട് വന്നു ചേർന്ന യൂദാസിന്റെ നേതൃത്വത്തിൽ വന്നു ചേർന്ന ആ സമൂഹത്തിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യേശു തയ്യാറായി നിൽക്കുന്ന ധീരോദാത്തമായിട്ടുള്ള തീരുമാനത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുവിശേഷകനായ മത്തായി ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.